വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമുള്ള ആദ്യത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പിണറായി വിജയനും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലുകളും ഒക്കെ ഈ ഒരു യോഗത്തിലുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ചർച്ചകൾ അടക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ പകരം KN ബാലഗോപാലായിരിക്കും പദവിയിലെത്തുകയെന്ന ചർച്ചയും ഉയർന്നുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു വിനോദാണ് ചേരുന്നത്. വിഷ്ണു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നൊരു ചർച്ചയാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. പിണറായി ആകുമോ എന്നൊരു ആകാംക്ഷയുണ്ട്. അതേസമയം പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ പകരം മുതിർന്ന നേതാവായിട്ടുള്ളത് KN ബാലഗോപാലായിരിക്കും. മറ്റു പരിഗണനകളൊക്കെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? ആരാവാനാണ് സാധ്യത? അരുണിമ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനകത്ത് കനത്ത പരാജയം നേരിട്ടതിന് ശേഷമുള്ള ആദ്യത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. രാവിലെയോടുകൂടി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനകത്ത് ഏറ്റവും പ്രധാനമായി പരിശോധിക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷത്തിനകത്ത് ഉണ്ടായ തോൽവി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തോൽവിയായിരിക്കും പ്രാഥമികമായി തന്നെ പരിശോധിക്കുന്ന ഒരു നിലയുണ്ടാകുക. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ അടക്കം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള ചർച്ചകളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പിണറായി വിജയനാകാതെ മറ്റൊരു മുതിർന്ന അംഗം എന്ന നിലയിൽ പറയാനുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ പ്രാഥമികമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. അവരെ കൂടാതെ 2 CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സജി ചെറിയാനും മുഹമ്മദ് റിയാസും ഇവരെയും പരിഗണനയിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണുന്നത് സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷം നേരിട്ട തോൽവി തന്നെയാണ്. ആ തോൽവി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രാഥമിക ഈ പരിഗണന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുക. അതിനകത്ത് ഏറ്റവും പ്രധാനമായി നോക്കുന്നത് കണ്ണൂരിനകത്തുള്ള തോൽവികളാണ്. കണ്ണൂരിനകത്തുള്ള പാർട്ടി കോട്ടകളായിട്ടുള്ള പയ്യന്നൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള പേരാമ്പ്ര പോലുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി പരിശോധിക്കുന്ന നിലയുണ്ടാകും. ഇവിടെ നിന്നെല്ലാം വിജയിച്ച് വന്നിട്ടുള്ളത് പാർട്ടിയിൽ നിന്നും വിട്ടുപോയ, അതായത് CPM നിന്നും വിട്ടുപോയിട്ടുള്ള വിമതന്മാരായിട്ടുള്ള ആളുകളാണ് വിജയിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തളിപ്പറമ്പിൽ നിന്നും TK ഗോവിന്ദനും, പയ്യന്നൂരിൽ നിന്നും V കുഞ്ഞികൃഷ്ണനും, അമ്പലപ്പുഴയിൽ നിന്നും G സുധാകരൻ അടക്കമുള്ള പാർട്ടിയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ വിജയിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നുള്ള കൃത്യമായ പരിശോധന ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചർച്ചയും ഇന്ന് ഉയർന്നു വരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പിണറായി വിജയൻ മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിന് പുറമെ KN ബാലഗോപാലിനും സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ CMO മീഡിയ എന്ന് പറയുന്ന പേജ്, അതിൻ്റെ പേര് മാറ്റി ഒപ്പോസിഷൻ മീഡിയ എന്നുള്ള നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചർ അടക്കം പിണറായി വിജയൻ്റെ ആണ് നിർത്തിയിട്ടുള്ളത്. അതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച വെച്ചിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കാണെങ്കിലും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെയാണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെതിരെയാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സൈബർ ഇടങ്ങളിലും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണൂരിലെ മൊറേഴയിലുമെല്ലാം പോസ്റ്ററുകൾ, വിവിധ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളുമെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും സംസ്ഥാനത്തിനകത്ത് നേരിട്ടിട്ടുള്ള കനത്ത തോൽവി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ചക്കെടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അരുണിമ. ശരി, വ്യക്തമാണ്. എന്നാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ CPIM സംസ്ഥാന സെക്രട്ടറി യോഗമാണ് ഇന്ന് ചേരുന്നത്. തോൽവിയുടെ പ്രധാന കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുക. ഈ ഒരു യോഗത്തിൽ പിണറായി വിജയനും പങ്കെടുക്കുമെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക പരിശോധനയും വിലയിരുത്തലുകളും ഒക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യും. എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ചർച്ചകൾ അടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ പകരം KN ബാലഗോപാൽ ആയിരിക്കും പദവിയിലെത്തുക എന്നൊരു ചർച്ചയും ഉയരുന്നുണ്ട്. എന്തായാലും യോഗത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ.
കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്.